ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 10% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അധികം പാനിക് സെല്ലിംഗ് നടത്താൻ സാധ്യതയുള്ളത് പബ്ലിക് കാറ്റഗറിയിൽപ്പെട്ട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആവാനാണ് സാധ്യത. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈങ് ചെയ്യുന്നതും ഒരു പ്ലാനിങ് ആയിട്ടുള്ള ബൈങ് ആണ്. പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിലുള്ള വലിയ പ്ലാനിങ്ങോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബൈങ് അല്ല നടത്തുക. അത് ഒരു റാൻഡം ആയിട്ടുള്ള ബൈങ്ങും സെല്ലിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള നെഗറ്റീവ് വാർത്തകളൊക്കെ വരുമ്പോൾ പാനിക് ആയിട്ടുള്ള സെല്ലുകൾ പല സ്റ്റോക്കുകളിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ഹോൾഡിംഗ് കൂടുതലുള്ള സ്റ്റോക്കുകൾ റിസ്ക് കൂടുതലുള്ള സ്റ്റോക്കുകളാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. കൂടാതെ മാർക്കറ്റിൽ തീരെ രക്ഷയില്ലാത്തൊരു ഘട്ടത്തിലായിരിക്കും മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഉൾപ്പെടുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹെവി സെല്ലിംഗ് നടത്തുക. നമുക്കത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമാകും. കാരണം കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് വളരെ ഹെവി ആയിട്ട് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവരൊരിക്കലും നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പബ്ലിക്കിൻ്റെ സെല്ലിങ് എത്രമാത്രം ഉണ്ടെന്ന് എന്നുള്ള ഒരു ഡാറ്റ ഡെയിലി ബേസ് ആയിട്ട് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ഈ പാനിക് സെല്ലിംഗ് എത്രത്തോളം പല സ്റ്റോക്കുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നല്ല ഹോൾഡിംഗ് ഉള്ളതും അതേസമയം പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞതുമായ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മോശമല്ലാത്തൊരു ക്വാർട്ടർലി ഏർണിങ്സ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളായിരിക്കും. അത്തരത്തിലുള്ള 11 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിൻ്റെ DIA ഹോൾഡിംഗ് എന്ന് പറയുന്നത് 37%. പബ്ലിക് ഹോൾഡിംഗ് 14% മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ DIA ഹോൾഡിംഗ് 0.53% വർദ്ധിച്ചിട്ടുമുണ്ട്. കൂടാതെ കമ്പനിയുടെ റിസൾട്ട് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 5% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 4% വർധനവും ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE 28.7 എന്നുള്ള ലെവലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 6% മാത്രമാണ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ITC ലിമിറ്റഡ് ആണ്. ITCയുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 44%. കഴിഞ്ഞ ക്വാർട്ടറിൽ 0.57% DIAസിൻ്റെ ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ പബ്ലിക് ഹോൾഡിംഗ് 14% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 16% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ നേരിയതെങ്കിലും 1.95% വർധനവും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE 28.4 എന്നുള്ള PEയിലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വെറും 11% മാത്രമാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 33% മുകളിലുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 1.58% ഒരു ഇൻക്രീസ് DIAസിൻ്റെ ഹോൾഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പബ്ലിക് ഹോൾഡിംഗ് 6.71% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഇയർ ഓൺ ഇയർ സെയിൽസിൽ ആക്സിസ് ബാങ്കിൽ 15% വർധനം ഉണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 19% വർധനം ഉണ്ടായിരുന്നു. മോശമല്ലാത്ത റിസൾട്ടാണ് ആക്സിസിൻ്റേത്. സ്റ്റോക്കിൻ്റെ PE 12.6 എന്നുള്ള ലോ PEയിലാണ്. 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 14%-ഓളം ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ടെക് മഹീന്ദ്രയാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ 30% ഉണ്ട്. അതിൻ്റെ ഒരു ചേഞ്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ നടന്നിട്ടുള്ള 0.24% ഒരു ഇൻക്രീസ് ആണ്. പബ്ലിക് ഹോൾഡിംഗ് 10% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 3% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 153% വമ്പിച്ച ഒരു ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE 50.4 എന്നുള്ള ഒരു ഹൈ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 4%-ഓളം ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് കോഫോർജ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 48% മുകളിലുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിലുണ്ടായ വർധനവ് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 0.86% ആയിരുന്നു. പബ്ലിക് ഹോൾഡിംഗ് 9.75% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 34% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 11% വർധനവും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 68.4 എന്നുള്ള ഹൈ PEയിലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വെറും 1.31% മാത്രമാണ് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് എംഫസിസ് ആണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 36% ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 1.03% ഒരു വർധനവാണ് ഉണ്ടായത്.
പബ്ലിക് ഹോൾഡിംഗ് 4% മാത്രമുള്ള ഒരു സ്റ്റോക്കാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 7% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 8% വർധനവുമുള്ള ഒരു ആവറേജ് റിസൾട്ടാണ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിൻ്റെ PE 33%, അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 10% കറക്റ്റ് ചെയ്തുകൊണ്ടുമാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് സോണ BLW പ്രസിഷൻ ഫോർജിങ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 31% ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 1.45% ആണ്. പബ്ലിക് ഹോൾഡിംഗ് 7.44% മാത്രമുള്ള ഒരു സ്റ്റോക്കാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 17% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 18% വർധനവും, അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE 72 എന്നുള്ള ഹൈ PEയിലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 13% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് ഇപ്ക ലബോറട്ടറീസ് ആണ്. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് 33%. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിലുണ്ടായ വർധനവ് 0.44% ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയുക. പബ്ലിക് ഹോൾഡിംഗ് 8.64% മാത്രമുള്ള ഒരു സ്റ്റോക്കാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 15% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 43% വർധനവുമുള്ള നല്ലൊരു റിസൾട്ടാണ് ഈ സ്റ്റോക്കും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 62.5 എന്നുള്ള IPയിലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 9.95% മാത്രമാണ് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സ്റ്റോക്ക് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 32% ഈ സ്റ്റോക്കിലുള്ളത്. അതിൻ്റെ ചേഞ്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ 0.17% ഒരു ഇൻക്രീസ് ആണ്. പബ്ലിക് ഹോൾഡിങ്ങും 13% മാത്രമാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 16% വർധനവും ഈ സ്റ്റോക്കിലുണ്ടായി. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 67.8 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 7% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് കൽപ്പതരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് 45.9%. കഴിഞ്ഞ ക്വാർട്ടറിൽ 0.32% ഒരു ഇൻക്രീസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ കാണാൻ കഴിയും. പബ്ലിക് ഹോൾഡിംഗ് 8% മാത്രമാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 9% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 41% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 37.5 ആണ്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 17% നല്ലൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് സൺസേര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഇതിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 39% ഉണ്ട്. അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്ന 4.90% ഒരു ഇൻക്രീസ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുക. പബ്ലിക് ഹോൾഡിംഗ് 11% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 10% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 7.83% വർധനവും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 47.2 എന്നുള്ള ഒരു ഹൈ PEയിലാണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 15% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ചുള്ള ഈ ഒരു 11 സ്റ്റോക്കുകൾ പല സ്റ്റോക്കുകളും അതിൻ്റെ ഹൈ PEയിലാണ് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വലിയ തോതിലൊന്നും ഈ സ്റ്റോക്കിൽ കറക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. കൂടാതെ പബ്ലിക്കിൻ്റെ ആ ഒരു പാനിക് സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റ് പല സ്റ്റോക്കുകളിലും അത്തരത്തിലുള്ള പാനിക് സെല്ലിംഗ് നടന്നതുകൊണ്ടാണ് സ്റ്റോക്കുകൾ വലിയ തോതിൽ താഴോട്ട് പോയത്. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ അവർ വലിയ തോതിൽ സെല്ലിങ് നടത്താറില്ല. അത് നടത്തിയിട്ടുള്ളത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലായിരിക്കും. എങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നത് ഒരിക്കലും ഒരു പാനിക് സെല്ലിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിന് പാരലായിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും പബ്ലിക്കും സെല്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞാലാണ് ഒരു സ്റ്റോക്കിൽ വലിയ ക്രാഷ് വരിക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ അത്തരത്തിലുള്ളൊരു സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇതൊന്നൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. ഈ സ്റ്റോക്കുകളൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു ബൈങ് ലെവലിൽ കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഡിപ്പിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ പറ്റാവുന്ന സ്റ്റോക്കുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.